പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ പാർട്ടിയിൽ വളരെ ശക്തമായ എന്ന് പറഞ്ഞാൽ വളർന്ന് വികസിച്ച ഒരു സാഹിത്യ ശാഖയാണ് ദിവ്യന്മാർ. ഏതാണ്ട് കേരളധർമ്മം വലിയ തമ്പുരാന്റെ കാലം മുതൽ ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ വിശാഖത്തിന്റെ കാലം മുതൽ ഇതിന് ചരിത്രമുണ്ട്. മലയാളത്തിലെ വിവിധ സാഹിത്യത്തെ കുറിച്ച് ആദ്യമായിട്ട് എഴുതിയത് ജോർജാണ്. മലയാളവും സാങ്കേതിക വിദ്യയും ചില തിരിച്ചറിവുകൾ 2022 പിന്നീട് 2024 അടുക്കും ചിട്ടയുമായി പറഞ്ഞു പോകുവാനുള്ള ആ ഒരു മാനസിക അവസ്ഥ ഈ എഴുത്തുകാരന് ഉണ്ടായിട്ടുണ്ട് എന്ന് ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും. കല്ലുമാറ്റി ബാക്കി വഴിയൊക്കെ ഉണ്ടാക്കി നമ്മുടെ പുറകെ വരുന്നവർക്കൊരു വഴി തിരിച്ചു കൊടുക്കുക എന്നുള്ള സാം ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഈ 5 അധ്യായങ്ങളുള്ള ഈ പുസ്തകം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ്. ഇത്തരത്തിലുള്ള കൃതികൾ ഉണ്ടാവണം. സത്യം പറഞ്ഞാൽ അത് സ്വയം ചെയ്ത് പഠിച്ചാണ് മനസ്സിലാക്കിയത്. ഡിജിറ്റൽ ലോകം പരിമിതപ്പെടുത്തുവാനുള്ള പരിഹാര മാർഗങ്ങൾ കൂടി നിർദ്ദേശിക്കുന്ന ഈ കൃതി പുതുകാലത്തിന് മുതൽക്കൂട്ടായി മാറുന്ന ഒരു നല്ല പഠനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ഒപ്പം ഇതിന്റെ അടുത്ത ഭാഗങ്ങൾക്ക് കാത്തിരിക്കുന്നു. അടുത്ത ഭാഗങ്ങൾ കൂടി ഇനി വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് രൂപപ്പെടുത്താനും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വിജയാശംസകൾ നേരുന്നു. ചിന്തകളിലേക്കും ഈ പുസ്തകം ഞാനൊന്നും പറയുന്നില്ല, പറയാത്ത കാര്യങ്ങൾ മാത്രമാണ്. അങ്ങനെ ചിഹ്നങ്ങളുടെ അതിന്റെ പല പ്രാവശ്യം പല കോളുകളിലുള്ള കണ്ടുകൊണ്ടിരുന്ന അദ്ദേഹം ഞാൻ ഒരുമിച്ചാണ് മലയാള ന്യൂസ് ദിനപത്രത്തിന്റെ ആൾക്കാരെ കൂടെ ഞാൻ അതിന്റെ പൊളിറ്റിക്കൽ കാർട്ടൂണിസ്റ്റായിട്ട് കഴിഞ്ഞ 25 കൊല്ലം വർക്ക് ചെയ്തു. അദ്ദേഹം 25 കൊല്ലമായിട്ട് അതിന്റെ ഒരു ലേഖനമാണ്. അപ്പൊ അതിന്റെ 1ാമത്തെ ചാപ്റ്ററിലാണ് സഹായങ്ങൾ എന്ന് പറഞ്ഞ് കീബോർഡായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അത് കഴിഞ്ഞ് 2ാമത് വായന കൂട്ടായ്മയിലൊക്കെ ചർച്ചയ്ക്കെടുത്തു, അതിലും പങ്കു. ഇതിപ്പോ 3ാമത്തെ ആ സമയത്ത് സാധാരണഗതിയിൽ എൻ്റെ സുഹൃത്താണ് നൈറ്റ് ഡ്യൂട്ടി. വെല്ലിങ് നമുക്ക് ആവശ്യം. ഞാൻ ഔദ്യോഗിക ജീവിതത്തിൽ കടന്നതിന് ശേഷമാണ് എഴുതുക എന്നുള്ളത്. അതിനുമ്പ് ഡോക്ടറേറ്റിന്റെ ഭാഗമായിട്ട് തീസിസ് തയ്യാറാക്കി എന്ന് മാത്രം. അത് കഴിഞ്ഞ് ടൈപ്പിസ്റ്റായിട്ട് കൃഷി വകുപ്പിൽ വന്നപ്പോഴാണ്